ആലപ്പുഴ പുന്നമടയിൽ നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിൽ പരിശീലനം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ ആവേശവും നിറച്ച പുന്നമടയിൽ ഓളങ്ങൾ ഇളകി, ആവേശത്തിൻ്റെ ഓളങ്ങളാണ് ഇളക്കി വിട്ടിരിക്കുന്നത്. ഇന്നത്തെ ട്രയലിലൂടെ പല ചുണ്ടൻ വള്ളങ്ങളും പരിശീലനം പൂർത്തിയാക്കും. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ കപ്പ് നഷ്ടപ്പെട്ട ചമ്പക്കുളം ചുണ്ടനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ്. ഹാഷ്മി, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ആവേശം അതിൻ്റെ അഗാധങ്ങളിലോ ആകാശത്തോ എത്തി കഴിഞ്ഞു, പറയൂ. ഉറപ്പായും ആവേശം അതിന്റെ ആകാശത്തേക്ക് ഉയരുകയാണ്. ആർപ്പോ വിളികൾ മാത്രമേ കേൾക്കാനുള്ളൂ, ഇറോ വിളികൾ മാത്രമേ ഇവിടെ കേൾക്കാനുള്ളൂ. ഞാനിപ്പോൾ നമ്മൾ കൂടെ പോകുന്നത് ചമ്പക്കുളം ചുണ്ടൻ. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ കപ്പ് നഷ്ടമായ ചമ്പക്കുളം ചുണ്ടൻ ഇത്തവണ PBC എന്ന് പറഞ്ഞാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ അട്ടിമറിച്ച് അവരുടെ അശ്വമേധം അവസാനിപ്പിച്ച് ഇക്കുറി കപ്പെടുക്കും എന്നുള്ള ഇച്ഛാശക്തിയിൽ അവർ അതിശക്ത പരിശീലനം തുടങ്ങിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവസാനഘട്ട പരിശീലനമാണ്. അതിന്റെ ഫൈനൽ ട്രയൽസിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. ഒരേ മനസ്സോടുകൂടി തന്നെ ഒരേ രീതിയിൽ തന്നെ തുഴയെറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു താളമുണ്ടാകും, ഒരു വള്ളത്തിനൊരു താളമുണ്ടാകും. ആ താളം അനുസരിച്ച് ഈ തുഴ നീട്ടിയെറിഞ്ഞ് അങ്ങനെ മുന്നോട്ടൊക്കെ അങ്ങനെ പോവുകയാണ്. അപ്പൊ കർത്താവിനെ അയ്യപ്പനെ ഒക്കെ വിളിച്ച് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അപ്പൊ അങ്ങനെ തുടങ്ങുകയാണ്. ഇവർക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണെന്ന് പറഞ്ഞ് നമുക്ക് പുറത്ത് കാണുന്നത് പോലെയുള്ള ആവേശമോ ആഘോഷമോ മാത്രമൊന്നുമല്ല. ഇവർക്ക് ഇവരുടെ ജീവിതമാണ്, വികാരമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോ ഇത് ഫൈനൽ ട്രയലാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥത്തിൽ ട്രാക്ക് കുറച്ചപ്പുറം മാത്രം മാറിയാണ്. ഇതിന്റെ ഫൈനൽ ട്രയലിലേക്ക് അവർ പോവുകയാണ്. ഒട്ടുമിക്ക എല്ലാ വള്ളങ്ങളും എല്ലാ ക്ലബ്ബുകളും അവരുടെ ഫൈനൽ ട്രയലിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ കപ്പലിങ്ങനെ ആടി ഉലയുന്നുണ്ട്. നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഷിബിൻ ബഷീർ, ക്യാമറമാൻ ഷിബിൻ ബഷീർ അങ്ങോട്ടും ഇങ്ങോട്ട് ആടും നോക്കിയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതല്ല, നമുക്കൊന്നും സംഭവിക്കില്ല. വളരെ ഭംഗിയാ എന്താ ആഞ്ഞു പിടിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നന്നായി വെള്ളം ഇങ്ങനെ അകത്തോട്ട് വീഴുന്നു. നേരത്തെ പറഞ്ഞായിരുന്നു മുണ്ടൊക്കെ വേറെ മുണ്ട് മാറിക്കൊണ്ട് മൊത്തം നനയെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഒരേ ഒരു താളത്തിൽ ഇതാ അവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പെപ്പര പെപ്പര പെപ്പ പെപ്പേ തത്തര തത്തര തത്ത തത്തത്തൈ എന്നൊരു താളത്തിൽ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഈ വള്ളത്തിൽ ആഞ്ഞടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ ഇരിക്കുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു ഗാനത്തിൽ ഒരു പാട്ടിൽ അങ്ങനെ പോയി ചെറുതായി അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് വളരെ വേഗത്തിൽ ആയി ഒരു കരിനാഗം പോലെ ഒരു ജലജറ്റ് പോലെ മുന്നോട്ടേക്ക് കുതിക്കുന്നതിനുള്ള പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ചെറിയ നോട്ടുകൾ ഇപ്പോൾ കേൾക്കുന്ന നോട്ട് വൈക്കത്തപ്പോ മിന്നിച്ചോ എന്ന് പറഞ്ഞാൽ ഓരോരോ നോട്ടിൽ ആവേശം കൂടും. ആവേശം കൂടി വരുമ്പോൾ അവിടെ നെട്ടേറ്റ് നിൽക്കുന്ന പാട്ട് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഈരടികൾ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ശബ്ദത്തിന് ആവേശം കൂടും. നമ്മുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കും. ക്യാമറയിലൊക്കെ ഒരു വെള്ളം തെറിക്കും. അതൊന്നും ഇവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇവരാകെ നനഞ്ഞു കുളിച്ചാലും ഒരേ ഒരു ലക്ഷ്യം അത് കപ്പടിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന യഥാർത്ഥ ട്രാക്കിൽ, അതായത് 28-ാം തീയതി നമ്മളിവിടെ വരുമ്പോൾ യഥാർത്ഥ വള്ളങ്ങൾ അവർ കപ്പടിക്കാനുള്ള ജലനാളങ്ങളെ പോലെ കുതിക്കുന്ന അതേ ട്രാക്കിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഇവിടെ ഇത് ചമ്പക്കുളം ചുണ്ടൻ, പുന്നമട ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടൻ. ഇവിടെ ആതിഥേയ ബോട്ട് ക്ലബ്ബാണ്. ഇങ്ങനെ പതിയെ ഇവിടെ ഈ തുഴക്കാരിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേര് വങ്കപ്പലക എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും താഴെ ഏരാവ് പലക, അതിനു മുകളിൽ മാതാവ് പലക, കാലിട്ടിരിക്കുമ്പോൾ വീഴാതിരിക്കാൻ ലോക്ക് പോലെ പിടിച്ചു നിർത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ. വലിയ ശാസ്ത്രീയമായ സംവിധാനമാണ്. ഓരോ ചുണ്ടനും ഓരോ ശാസ്ത്രീയമായ സംവിധാനങ്ങളാണ്. ഇത് ചേർക്കുക, ഈ പറഞ്ഞ പലകകൾ ചേർക്കുന്ന വളരെ വൈദഗ്ധ്യം ആവശ്യമുള്ള ഒന്നാണ്. അപ്പൊ ആ പലകയൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ വലിയ ശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ചുണ്ടനാണ്. ചുണ്ടൻ ഈ ഓളപ്പരപ്പിലൂടെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആവുന്ന ഈ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ഓളപ്പരപ്പിലൂടെ കുതിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ എല്ലാ കണ്ണുകളും എല്ലാ ദേശങ്ങളുടെയും നാട്ടുകാരുടെയും കണ്ണുകൾ ആ ഒരൊറ്റ മൈക്രോ സെക്കൻഡിൽ മാത്രമാണ്. ആ മൈക്രോ സെക്കൻഡിലാണ് ആര് ജയിക്കും എന്നുള്ള കാര്യം അറിയാൻ കഴിയുക. ആ മൈക്രോ സെക്കൻഡിന് വേണ്ടി, ആ മൈക്രോ സെക്കൻഡിൽ കപ്പുയർത്താൻ വേണ്ടി
ദീർഘനാളായുള്ള പരിശീലനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു, അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. അവസാന ഘട്ടത്തിൽ കപ്പടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം. കപ്പടിക്കാൻ കഴിഞ്ഞാൽ വലിയ ആവേശം, കപ്പടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ കണ്ണുനീർ. എന്തായാലും കപ്പടിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു പോസിബിലിറ്റി ഈ പറഞ്ഞ ഒരു ടീം ഇപ്പോൾ ആലോചിക്കുന്നതില്ല. ഇവരുടെ മുന്നിലുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ്, അത് 70ാമത് നെഹ്റു ട്രോഫി ഉയർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. എസ് കെ ഇപ്പോൾ അതാ ഇവിടെ പുന്നമടക്കായൽ ഏതാണ്ട് ഒത്ത നടുക്ക് നമ്മൾ ഡയറക്ഷൻ ഒന്ന് മാറുകയാണ്. ഈ ചുണ്ടൻവെള്ളം ഡയറക്ഷൻ ഒന്ന് മാറ്റുകയാണ്. കപ്പടിക്കല്ലേ? തീർച്ചയായിട്ടും കപ്പടിക്കും, ഉറപ്പാണ്. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസം നഷ്ടമായതാ. തീർച്ചയായിട്ടും, അതുകൊണ്ട് ആ ഇത് ഞങ്ങൾ ഇത്തവണ നികത്തിക്കൊണ്ട് ഇത്തവണ കപ്പടിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പൊ ഒരു ആർപ്പോ വിളിക്കാമോ? ആർപ്പോ ആർപ്പോ അപ്പൊ എസ് കെ അങ്ങനെ ആർപ്പോ ആവേശം ആകാശത്തോളം ഉയരുന്നു. എസ് കെ ചുണ്ടനുകൾ വെള്ളത്തിലിറങ്ങുന്നു. വള്ളംകളിയിൽ അവരുടെ അന്തിമ ലക്ഷ്യം നെഹ്റു ട്രോഫി. എസ് കെ അപ്പോ ആവേശത്തിനൊപ്പം നമ്മളും ഉണ്ട്, കട്ടക്കുണ്ട്, ഇപ്പോൾ മുതലുണ്ട്. മറ്റന്നാൾ നമ്മൾ എല്ലാവരും ഇവിടെ വന്ന് ഒറ്റ പിടിയ എസ് കെ, ഒരു തർക്കവും കാര്യത്തില്ല. താങ്ക് യു ഹാഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്ന്. 28-ാം തീയതിയാണ് നെഹ്റു ട്രോഫി ജലമാമാങ്കം. ഈ മാമാങ്കത്തിന് ഞങ്ങൾ മൂവർ, ഞാനും ഹാഷ്മി താജ് ഇബ്രാഹിം, എസ് വിജയകുമാറും എത്തുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലവും പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി ഞങ്ങളുടെ കമൻട്രിയൊക്കെ സ്വീകരിച്ചതാണ്. ഇപ്പോൾ മേഘ പാളികൾക്കിടയിൽ നിന്ന് ക്യാമറ മിഴി തുറക്കുന്നു എന്നൊക്കെ അന്ന് വിജയകുമാർ തട്ടിവിട്ടത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. മേഘക്കീറുകൾക്കിടയിൽ നിന്ന് ചില അത്ഭുതങ്ങൾ ഇത്തവണയും ഉണ്ടാക്കാൻ വിജയകുമാർ ശ്രമം തുടരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 28-ാം തീയതി രാവിലെ 6 മണി മുതൽ അതിവിപുലമായ വാർത്താ കവറേജുമായി 24 വാർത്താ സംഘം പുന്നമടയിൽ ഇറങ്ങും. പുന്നമടയുടെ ഓളങ്ങൾക്ക് പറയാനുള്ള കഥകൾ കൂടി നമ്മൾ അനാവരണം ചെയ്ത് നമ്മളുടെ ഈ ലോക മലയാളികൾക്ക് ഈ പുന്നമടയിലെ മഹാവിസ്മയം പകർന്നു നൽകാൻ ഞങ്ങൾ എല്ലാവിധമായ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ പൈലറ്റ് വണ്ടിയാണ് ഇന്ന് പുന്നമടയിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ വാർത്താ സംഘം എത്തിയത്.